ഹലോ ഗായ്സ്, ഇന്നപ്പോൾ ഒരു ഔട്ടിംഗ് വ്ലോഗാണ്. ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇന്റേൺഷിപ്പ് മാത്രം നടന്നുള്ളൂ ചോദിച്ചാൽ അല്ല. നമുക്ക് സൺഡേ കിട്ടിയപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോയി. ഈസ്റ്റ് ഫോർട്ട് ബസ് ഇറങ്ങിയപ്പോൾ ഇതേപോലത്തെ കമ്മലിന്റെയും ക്ലിപ്പിന്റെ ഒക്കെ ഫുൾ കളക്ഷൻ ആയിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു. കാരണം ഇനിയും കുറേ ദിവസം ഇന്റേൺഷിപ്പ് നമ്മളിവിടെ കഴിയണം. ഫുഡിന്റെ ചിലവ് ഓർത്തപ്പോൾ ഒരു കമ്മൽ വാങ്ങി അങ്ങ് ഒതുക്കി. മാർക്കറ്റിൽ കൂടെ കുറച്ച് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പറ്റിയ സാധനങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ കുട്ടു പറഞ്ഞു, നമുക്ക് രാമചന്ദ്ര ചുമ്മാ കയറി നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയതാണ്. അവിടെ ഭയങ്കര തിരക്കാണെങ്കിൽ അവിടെ നടക്കാൻ പോലും സ്ഥലമില്ല. അമ്മാതിരി തിരക്കായിരുന്നു. ട്രീസ പിന്നെ അവളുടെ റിലേറ്റീവിൻ്റെ മാമോദിസ കൂടാൻ വേണ്ടിയുള്ള ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ കുറേ കടയിൽ കയറിയെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരെണ്ണം പോലും നമുക്ക് കിട്ടിയില്ലേ. ഞാൻ ഇങ്ങനെയുള്ള സ്കൂളൊന്നും അല്ല പഠിച്ചത്, പക്ഷെ ഇത് കാണാൻ എന്ത് ഭംഗിയല്ലേ. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഈസ്റ്റ് ഫോർട്ടിൽ കൂടെ പിന്നെ നടന്നപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടായിരുന്നു. കുപ്പിവളകൾ, ബാഗുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ കാണാൻ പറ്റുമായിരുന്നു. അവിടെ ഭയങ്കര ലാഭമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. നമ്മൾ പിന്നെ ജീൻസും ടോപ്പും ഇട്ടത് കാരണം അമ്പലത്തിനകത്തൊന്നും കയറിയില്ല. പിന്നെ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നു. അവിടെ നമ്മൾ കുറേ നേരം വെയിൽ കൊണ്ടത് കാരണം ഒരു സംഭാരമൊക്കെ വാങ്ങി കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പാലടയും അതേപോലെ ബോളിയും വിൽക്കുന്നുണ്ട്. പിന്നെ ഈ സംഭാരത്തിനെ പുറത്ത് കഴിക്കേണ്ടെന്ന് വെച്ച് നമ്മളത് ഒഴിവാക്കി. പിന്നെ തിരിച്ച് കാരക്കൂട്ടത്ത് വന്നിട്ടാണ് നമ്മൾ ചോറുണ്ണുന്നത്. അപ്പം തന്നെ ഒരു 3 മണിയൊക്കെ ആയിരുന്നു. തിരിച്ച് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞ് രാത്രിയായപ്പോൾ നമ്മൾ മഹാദേവി വന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചു. തിരിച്ച് പോകുന്ന വഴി ഈ കാർ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഈ റോസാപ്പൂ ഒക്കെ കിട്ടിയത്. അത് ഈ കല്യാണത്തിനൊക്കെ ബൊക്കെ വയ്ക്കത്തില്ല ഫ്രണ്ടിൽ. തിരിച്ച് റൂമിൽ ചെന്നപ്പോൾ ശ്രീലക്ഷ്മി ഞങ്ങൾ പറ്റിച്ച്. പിന്നെ പറ്റിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഞങ്ങൾ മുതലെടുക്കാറുണ്ടല്ലോ. നമുക്കൊക്കെ അല്ലാതെ റോസാപ്പൂ ആര് തരാൻ. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.